ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്ന് വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം. തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്ന് വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം. പിക്കപ്പ് വാൻ ഡ്രൈവറായ ഹരിപ്പാടി പള്ളിപ്പാടി സ്വദേശി രാജേഷാണ് മരിച്ചത്. വാഹനം വെട്ടിപ്പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. പിക്കപ്പ് വാഹനത്തിന് മുകളിലേക്ക് ഗർഡർ വീണാണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് അപകടമുണ്ടായത്. ഗർഡർ സ്ഥാപിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഉയർത്തുന്നതിനിടെ 2 ഗർഡറുകളാണ് താഴേക്ക് പതിച്ചത്. ഒരു ഗർഡർ പൂർണ്ണമായി താഴേക്ക് പതിച്ചു. ഒരു ഗർഡർ ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥലത്തെത്തി. ദേശീയപാതയിലെ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിൽ സമയത്ത് ചെമ്മനാട് ഭാഗത്ത് 2 മൂടിക്കുന്ന ഗട്ടർ സ്ഥാപിക്കുന്ന സമയത്ത് ജാക്കി തെറ്റി താഴത്തെ വീണതിന്റെ ഫലമായിട്ട് ഒരു പിക്കപ്പ് വാൻ അടിയിൽപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് പിക്കപ്പ് വാനിന് മുകളിൽ വീണ ഗർഡർ നീക്കാനുള്ള ശ്രമം നടത്തി. ജാക്കി ലിവർ ശരിയായി പ്രവർത്തിക്കാത്തതിനെ തുടർന്നാണ് ഗർഡർ തകർന്ന് വീണതെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ സമീപത്തൂടെ വന്ന പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ തകർന്നു വീഴുകയായിരുന്നു. ഡ്രൈവറുടെ സീറ്റിന്റെ ഭാഗം പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായിരുന്നു. അപകടത്തിന് കാരണം സുരക്ഷ ഒരുക്കുന്നതിലെ പിഴവാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഗർഡർ ഉയർത്തി സ്ഥാപിക്കുമ്പോൾ സമീപത്തെ റോഡ് ബ്ലോക്ക് ചെയ്ത് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 2:30 മണിക്കായിരുന്നു സംഭവം. സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ ഒരു ഗർഡർ ഒരു വണ്ടിയിൽ പോയി കിടക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് വശത്ത് ആൾക്കാർ ഇവിടെ പണിക്കാർ ഓടുന്ന കണ്ടായിരുന്നു. ഓപ്പോസിറ്റുള്ള ആക്സിഡന്റ് ഒന്നും ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ സംഭവം അതായിരുന്നില്ല. വണ്ടി ആൾക്കാർ നോക്കാൻ പറ്റില്ല. നമ്മൾ നോക്കിയപ്പോഴേക്കാണ് വണ്ടിയുടെ മേലിൽ ഗർഡർ ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരാളുണ്ട്. 2:30 മണിക്കാണ്. ആലപ്പുഴ ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങൾ വഴി തിരിച്ചു വിടുന്നുണ്ട്. ആലപ്പുഴ ഭാഗത്തേക്ക് അരുക്കുറ്റി വഴി തിരിഞ്ഞു പോകണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.